UDFന്റെ കുത്തകയായിരുന്ന മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ തൂക്ക് ഭരണത്തിന് കളമൊരുങ്ങി. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത ഇവിടെ ആര് ഭരണം കൈയാളുമെന്ന ആകാംക്ഷയിലാണ് വോട്ടർമാർ. കാസർഗോഡിന്റെയും കേരളത്തിന്റെയും അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇത്തവണ തൂക്ക് ഭരണത്തിനാണ് കളമൊരുങ്ങിയത്. കഴിഞ്ഞ തവണ UDF ഭരിച്ച ബ്ലോക്ക് പഞ്ചായത്തിൽ ഇക്കുറി ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 6 വീതം സീറ്റുകൾ നേടി UDFും NDAയും ഒപ്പത്തിനൊപ്പമാണ്. 2 സീറ്റുകളിൽ LDFും 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. കഴിഞ്ഞ തവണ 9 സീറ്റുകൾ നേടിയാണ് മഞ്ചേശ്വരത്ത് UDF അധികാരത്തിൽ വന്നത്. ഇതിൽ 6 സീറ്റുകൾ മുസ്ലിം ലീഗിന്റെയും 3 സീറ്റുകൾ കോൺഗ്രസിന്റേതുമായിരുന്നു. കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന ഈ 3 വാർഡുകളും ഇത്തവണ കൈവിട്ടതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്തിൽ തൂക്കുഭരണത്തിന് കളമൊരുങ്ങിയത്. ബഡാജെ ഡിവിഷനിൽ സ്വതന്ത്രനായ L. അബ്ദുൽ ഹമീദും പെർല ഡിവിഷനിൽ NDAയിലെ ബട്ടുഷെട്ടിയും മജിർപള്ളിയിൽ NDAയിലെ KV രാധാകൃഷ്ണയുമാണ് കോൺഗ്രസിൽ നിന്നും ഇക്കുറി വിജയം പിടിച്ചെടുത്തത്. ഇവിടെയും സ്വതന്ത്രനായ അബ്ദുൽ ഹമീദിന്റെ നിലപാട് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണത്തിൽ ഏറെ നിർണായകമാകും. മഞ്ചേശ്വരത്തെ മാറ്റി നിർത്തിയാൽ കാസർഗോഡ് ജില്ലയിലെ മറ്റ് 5 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കാഞ്ഞങ്ങാട്, കാരടക്ക, നീലേശ്വരം, പരപ്പ എന്നീ ബ്ലോക്കുകളിൽ LDFും കാസർഗോഡ് ബ്ലോക്കിൽ UDFും കഴിഞ്ഞ വർഷത്തെ ഭരണം ഇത്തവണയും നിലനിർത്തി. ന്യൂസ് ബ്യൂറോ, ഉപ്പള.